കണ്ണൂർ വാണിയപ്പാറ ഉണ്ണിമിശിഹ പള്ളി സെമിത്തേരിയിലെ 38-ാം നമ്പർ കല്ലറയിൽ ഒളിഞ്ഞിരിക്കുന്ന രഹസ്യം എന്താണ്? 6 വർഷം മുൻപ് കാണാതായ കോഴിക്കോട് വിലങ്ങാട് സ്വദേശി സിജോസ് കറിയുടെ തിരോധാനവും ഈ കേസും തമ്മിൽ ബന്ധമുണ്ടോ? വാണിയപ്പാറയിലെ പൊതുകല്ലറയിൽ പായയിൽ പൊതിഞ്ഞ നിലയിൽ കണ്ടെത്തിയത് ആ മൃതദേഹമാണോ? ദുരൂഹത നീക്കാൻ കല്ലറ തുറന്ന് പരിശോധിക്കാനുള്ള നീക്കത്തിലാണ് പോലീസ്. വർഷങ്ങൾക്ക് മുൻപ് സ്വന്തം വീട്ടിൽ നിന്ന് പിണങ്ങി ഭാര്യ വീട്ടിലേക്ക് പോയ സിജോസ് കറിയെ കൊന്ന് കുഴിച്ചു മൂടിയതാണോ എന്ന സംശയവും ഉയരുന്നുണ്ട്. ഇതിന് പിന്നാലെയാണ് വിശദമായി അന്വേഷണം നടത്താൻ പോലീസ് തീരുമാനിച്ചത്. RDOയുടെ അനുമതി കിട്ടിയാൽ ഉടൻ കല്ലറ തുറന്ന് ശാസ്ത്രീയ പരിശോധന നടത്തും. കല്ലറയ്ക്ക് പോലീസ് കാവലും ഏർപ്പെടുത്തിയിട്ടുണ്ട്. പോലീസ് അന്വേഷണത്തിൽ തൃപ്തിയുണ്ടെന്നും കല്ലറയിൽ 3 മൃതദേഹങ്ങൾ ഉണ്ടെന്നാണ് സംശയിക്കുന്നതെന്നും ഫാദർ ജിൽബർട്ട് പറഞ്ഞു. തലശ്ശേരി അതിരൂപതയുടെ കീഴിലുള്ള കണ്ണൂർ അയ്യൻകുന്ന് വാണിയപ്പാറ ഉണ്ണേശി പള്ളി സെമിത്തേരിയിലെ 38-ാം നമ്പർ കല്ലറയാണ് തുറന്നു പരിശോധിക്കുന്നത്. 2020-ൽ ദുരൂഹ സാഹചര്യത്തിൽ കാണാതായ സിജോസ് സക്കറിയുടെ മൃതദേഹം ഈ കല്ലറയ്ക്കുള്ളിൽ ഉണ്ടെന്ന സംശയം ഉന്നയിച്ച് കുടുംബം രംഗത്തെത്തുകയും DGPക്കും ആഭ്യന്തരമന്ത്രിക്കും പരാതി നൽകുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് കല്ലറ തുറക്കാനുള്ള തീരുമാനം. കണ്ണൂർ, കോഴിക്കോട് റൂറൽ SP-മാർക്കാണ് അന്വേഷണ ചുമതല. കല്ലറ തുറക്കുന്നതിന് മുന്നോടിയായി ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെത്തി പള്ളി വികാരിയും പള്ളി കമ്മിറ്റി ഭാരവാഹികളുമായി ചർച്ച നടത്തി. കല്ലറയ്ക്കുള്ളിൽ പ്ലാസ്റ്റിക് പായിൽ പൊതിഞ്ഞ നിലയിൽ കണ്ടതെന്താണെന്ന് പരിശോധിക്കണമെന്ന് നേരത്തെ തന്നെ ഇടവക അംഗങ്ങൾ ഉൾപ്പെടെ ആവശ്യപ്പെട്ടിരുന്നു. സംഭവത്തിൽ പോലീസ് FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. RDOയുടെ അനുമതി കിട്ടിയാലുടൻ കല്ലറ തുറന്ന് ശാസ്ത്രീയ പരിശോധന നടത്താനാണ് പോലീസിന്റെ തീരുമാനം. 3ാമതൊരു ബോഡി ഉണ്ടെന്നാണ് അച്ഛൻ്റെ ഒരു സംസാരത്തിൽ നിന്ന് മനസ്സിലായിട്ടുള്ളത്. അതിൽ നിന്ന് ആണ് FIR ഇപ്പോൾ രജിസ്റ്റർ ചെയ്ത് കേസ് അന്വേഷണം നടക്കാൻ വേണ്ടി പോകുന്നത്. തുറന്ന പരിശോധന അടക്കമുള്ള ശാസ്ത്രീയ പരിശോധന എല്ലാം നടക്കും. സയന്റിഫിക് മറ്റുള്ള എല്ലാവിധ അന്വേഷണം നടക്കും. എല്ലാം കറക്റ്റായ രീതിയിൽ തന്നെ. നിലവിലെ പോലീസ് അന്വേഷണത്തിൽ തൃപ്തിയുണ്ടെന്ന് പള്ളി വികാരി ഫാദർ ജിൽബർട്ട് കോന്നിയിൽ പറഞ്ഞു. കല്ലറയിൽ 3 മൃതദേഹങ്ങൾ ഉണ്ടെന്നാണ് സംശയിക്കുന്നതെന്നും ഫാദർ ജിൽബർട്ട് കോന്നിയിൽ കല്ലറ തുറന്ന് പരിശോധിക്കണമെന്ന കാര്യത്തിൽ കൃത്യമായ ക്ലാരിറ്റി വന്നു. അതായത് FIR ഇട്ടു. ഞങ്ങൾക്ക് അതിനകത്ത് 3ാമതൊരാളുടെ ശരീരം ഉണ്ട് എന്നുള്ള സംശയം വന്നു. ആ സംശയം തീർച്ചയായിട്ടും കല്ലറ തുറന്ന് അത് DNA ടെസ്റ്റ്, സയന്റിഫിക് ആയിട്ടുള്ള ടെസ്റ്റുകൾ നടത്തി ആ സംശയം ദൂരീകരിക്കുമെന്ന് പോലീസ് കൃത്യമായിട്ട് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. വി ആർ വെരി ഹാപ്പി വിത്ത് ദാറ്റ്. കല്ലറയ്ക്ക് പോലീസ് കാവൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ 13-ന് സംസ്കാര ചടങ്ങിനായി കല്ലറ തുറന്ന ഘട്ടത്തിൽ ഒരു ശവപ്പെട്ടിയും പ്ലാസ്റ്റിക് പായിൽ പൊതിഞ്ഞു കെട്ടിയ നിലയിൽ മറ്റൊന്നും ഉള്ളിൽ കണ്ടതാണ് സംശയത്തിന് ഇടയാക്കിയത്. എന്നാൽ ദുരൂഹതയില്ലെന്നും 2006-ലും 2015-ലും അടക്കം ചെയ്തവയാണ് 38-ാം നമ്പർ കല്ലറയിൽ കാണപ്പെട്ട മൃതദേഹങ്ങൾ എന്നായിരുന്നു ആദ്യം പോലീസിന്റെ വാദം. ഇതിനിടയിൽ വാണിയപ്പാറ ഇടവകയിൽ നിന്ന് വിവാഹിതനായ കോഴിക്കോട് വിലങ്ങാട് സ്വദേശി സിജോസ് സക്കറിയുടെ തിരോധാനം സംബന്ധിച്ച് കുടുംബം പരാതിയുമായി രംഗത്തെത്തിയതോടെയാണ് അന്വേഷണത്തിൽ വഴിത്തിരിവുണ്ടായത്. 2014 നവംബറിലാണ് സിജോസ് സക്കറിയ വിവാഹിതനായി വാണിയപ്പാറയിലെത്തിയത്. സ്വന്തം വീട്ടുകാരോട് പിണങ്ങിയതിനെ തുടർന്ന് ഇവർ തമ്മിൽ വർഷങ്ങളോളം ഒരു ബന്ധവും ഉണ്ടായിരുന്നില്ലെന്ന് സിജോയുടെ ബന്ധുക്കൾ പറയുന്നു. പിന്നീട് 2021-ൽ അന്വേഷിച്ചപ്പോഴാണ് സിജോയെ കാണാതായ വിവരം അറിയുന്നത്. അന്ന് കുറ്റ്യാടി പോലീസിൽ പരാതി നൽകിയിരുന്നുവെങ്കിലും വലിയ പുരോഗതി ഉണ്ടായിരുന്നില്ല. സിജോയുടെ ഭാര്യ സഹോദരനാണ് ഈ പള്ളിയിലെ കൈക്കാരൻ എന്നതും സംശയം ബലപ്പെടുത്തുന്നതായി ഇവർ പറയുന്നു. അന്വേഷണത്തിന്റെ ഭാഗമായി ഇയാളുടെ മൊഴി നേരത്തെ രേഖപ്പെടുത്തിയിരുന്നു. എന്തായാലും സ്വാഭാവികമായി അടക്കം ചെയ്ത മൃതദേഹമാണോ അതോ ക്രൂരമായ കൊലപാതകത്തിന്റെ ഇനിയും നശിക്കാത്ത തെളിവുകളാണോ ആ കല്ലറയിൽ ഉള്ളതെന്നറിയാൻ ഇനി അധികം കാത്തിരിക്കേണ്ടി വരില്ല. ന്യൂസ് 18 കണ്ണൂർ. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.